മേക്കപ്പൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പിലാണല്ലോ അടുക്കളയിൽ നിന്ന് വിചാരിക്കല്ലേ. ഞാനിന്ന് വീഡിയോ എടുത്തിട്ട് നേരെ അടുക്കളയിൽ കയറി സമാധാനം ദോശമാവ് പൊളിച്ച് പൊന്തി. അത് വല്ലാത്തൊരു ടെൻഷനാണ് കേട്ടോ. രാവിലെ വരുമ്പോൾ ദോശയൊക്കെ അപ്പത്തിനൊക്കെ അരച്ചിട്ട് പൊളിച്ച് പൊങ്ങുമെന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞപ്പോൾ ചൂടുവെള്ളം കുടിച്ചു. ഞാൻ ഫ്ലാസ്കിൽ ചൂടുവെള്ളം എടുത്ത് വയ്ക്കാറുണ്ട്, കാരണം എനിക്ക് ജലദോഷം അതിന് ഇടയ്ക്കൊക്കെ കുടിക്കും. അപ്പോഴത്തേക്കും ഞാൻ ഓർത്തു ഒരു ഉന്മേഷത്തിലൊരു കട്ടൻ കാപ്പിയൊക്കെ ആയാലോ എന്ന് വിചാരിച്ചു. ഒരു സ്ട്രോങ് കട്ടൻ കാപ്പി എടുത്തിട്ടോ. നിങ്ങൾ പറയും കഷായമെന്ന്, അതേ പലരും എന്നോട് പറയാറുണ്ട്, പക്ഷേ എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വേണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് തേങ്ങ പൊട്ടിച്ചു. തേങ്ങ പൊട്ടിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ദോശയ്ക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങ പൊട്ടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ദോശമാവിലേക്ക് ഉപ്പിട്ട് കേട്ടോ. ഞാൻ ചിലപ്പോൾ നല്ല ദിവസം ഇടും, ചിലപ്പോൾ അപ്പത്തേനും നല്ല അടിപൊളി സെറ്റായിട്ടോ. അയ്യോ പുക അതെ, വേറൊന്നുമല്ല, ഇത്തിരി അധികം കൂടിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇതേ ദോശച്ചട്ടിയിലേക്ക് നമ്മുടെ ദോശച്ചട്ടിയില്ലേ, അതാണ് കേട്ടോ ഞാൻ എടുക്കാറ്. ഇതേ ഇതിനകത്താണ് ഞാൻ ചെയ്യാറ്, ദോശക്കല്ലിൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ദോശ സെറ്റായി. ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അതും ഇതും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ അതിന് ദോശയ്ക്ക് വേണ്ട ചമ്മന്തിക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇതിന് സെറ്റാക്കി വെച്ചു. അതിനിടയ്ക്ക് വാഷ് ബേസിനൊന്ന് കഴുകി, അതിൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച പാത്രങ്ങൾ കൊണ്ടിതേ വെക്കുവാണ്. അപ്പോഴത്തേക്കും പിന്നെ റൈസ് കുക്കറിൽ നിന്ന് ഗ്യാസ് ഇച്ചിരി പാടാ കത്താൻ. അപ്പോൾ റൈസ് കുക്കറിൽ നിന്ന് അരി എടുത്ത് വെച്ചു. ഇനി ഇത് തിളപ്പിച്ച് വാർക്കണം. അപ്പോഴത്തേക്കും ഞാൻ ചമ്മന്തിക്ക് വേണ്ടതൊക്കെ സെറ്റാക്കി കേട്ടോ. തേങ്ങ ചിരണ്ടി, ഇനിയിപ്പോൾ അത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് എന്താണ് അരച്ചരച്ച് വെണ്ണ പോലെ ആക്കണം. ഞാൻ അത്രയ്ക്ക് വെണ്ണയൊന്നും ആക്കത്തില്ല കേട്ടോ, കാരണം ഒരു മീഡിയം പരുവത്തിൽ ഇങ്ങനെ അത്ര ഇതാക്കുമ്പം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഈ ചാറ് കറിക്കൊക്കെ ആക്കുന്ന പോലെ അതുപോലെ ഞാനങ്ങ് ഇതാക്കില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ദോശ വെണ്ണ പോലെ ആക്കില്ല, വാക്ക് മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ദോശയ്ക്കുള്ള ചമ്മന്തിക്ക് റെഡിയായി. ഈ കുനുകുന അരിയുന്നത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കണ്ടോ. ചെറിയുള്ളിയും പിന്നെ വത്തലുമുളകും കറിവേപ്പില. ഇത് ചമ്മന്തിക്ക് കടുക് വറുക്കുക. ദോശ റെഡി. അപ്പോൾ അങ്ങനെ ദോശയാക്കി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചട്ടി വെച്ചു, ചൂടായി. ഇത് സൺഫ്ലവർ ഓയിലാണേ. ഇപ്പം തൽക്കാലത്തിന് വെളിച്ചെണ്ണ അങ്ങ് മാറ്റി വെച്ചിരിക്കുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം. ഈ പിരിച്ചിടുന്നത് വത്തൽമുളകാണോ വറ്റൽ മുളകാണോ, എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ അതിങ്ങനെ ഇട്ടു. ഈ വലിച്ചൂരി ദേഷ്യം മുഴുവൻ തീർക്കുന്നതായിരിക്കും. അല്ല, നല്ല എനിക്കിഷ്ടമായി കറിവേപ്പില ഇങ്ങനെ കുറേ കറിക്കിടുന്നത്. അങ്ങനെ അത് കറിവേപ്പില ഇട്ടു. സൈഡൊരു ചെറുതായിട്ട് കത്ത് പിടിച്ചു ഇല്ലേ. അതൊന്നും അങ്ങോട്ടൊന്നും ശ്രദ്ധ മാറിയതാട്ടോ. അപ്പോഴത്തേക്കും ഞാനിത് അരച്ച് വെച്ച ചമ്മന്തിക്ക് അരച്ച് വെച്ച തേങ്ങയൊക്കെ ഇട്ട് ഇളക്ക്. അങ്ങനെ ഉപ്പിട്ടു. ഉപ്പ് ചിലപ്പോൾ ഒക്കെ എനിക്ക് ഉപ്പ് ഇത്തിരി കൂടി പാറുണ്ട് കേട്ടോ, കാരണം കുറച്ചിലായിരിക്കും. അപ്പോൾ ഇത്തിരി ഇടുമ്പോഴത്തേക്കും അത് കൂടിയും പോകും. നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ടോ? അങ്ങനെ ഞാൻ ചമ്മന്തി ചെറിയ ഇന്ന് ഇത്തിരി വെള്ളം ചമ്മന്തിക്ക് കൂടിപ്പോയി. എനിക്കിന്നിങ്ങനെ നല്ല കട്ട ചമ്മന്തിയില്ലേ, അതായത് കുഴമ്പ് വരും, അതായിരുന്നു കേട്ടോ എനിക്കിഷ്ടം. ഇത്തിരി കൂടിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രം കഴിയെടുത്ത് ദോശ കഴിക്കാനാണ്. അങ്ങനെ ഞാൻ ദോശ എടുത്തു. ചമ്മന്തി ദോശമേൽ ചമ്മന്തി ഇങ്ങനെ ഒഴിച്ചു കണ്ടു. ഇത്രയും ലൂസാക്കില്ല ഞാൻ കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് ഇഞ്ചി ഇടും കേട്ടോ. ഞാൻ ഇഞ്ചി പറഞ്ഞായിരുന്നു ആദ്യം. ഇഞ്ചി ഞാൻ ഇടും കേട്ടോ. അങ്ങനെ നല്ല ചൂടൻ ദോശയും നല്ല തേങ്ങ ചമ്മന്തിയും കൂടെ ഞാൻ കഴിക്കുവാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ചാനൽ. ഇഷ്ടപ്പെട്ട